നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് പുകയിലയെക്കുറിച്ചാണ്. നിക്കോട്ടിയാന ജൻസിൽ ഉൾപ്പെടുന്ന നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു സസ്യമാണ് പുകയില. പുകയില ചെടിയുടെ ഇലയാണ് പുകയില എന്നറിയപ്പെടുന്നത്. പ്രാദേശികമായി പൊകല എന്നും ഇത് അറിയപ്പെടുന്നു. സൊളാനേസിയ ഫാമിലിയിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രീയ നാമം നിക്കോട്ടിയാന ടൊബാക്കോ എന്നാണ്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് ഇത് കൃഷി ചെയ്തു വരുന്നത്. ക്രിസ്റ്റഫർ കൊളംബസും മറ്റും സ്പെയിനിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്നതോടെയാണ് പുകയിലയെക്കുറിച്ച് പുറം ലോകം അറിയപ്പെടുന്നത്. ഈ ചെടിയുടെ ഇല ചുരുട്ടി കത്തിച്ച് അതിൻ്റെ പുക ശ്വസിക്കുന്നത് താൽക്കാലികമായ ഉന്മേഷം ലഭിക്കുന്നതായി കണ്ടെത്തി. 16-ാം നൂറ്റാണ്ടോടെ ഇത് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി. പച്ച നിറത്തിലുള്ള ഇതിൻ്റെ ഇലയ്ക്ക് ചേമ്പിനോട് സാദൃശ്യമുണ്ട്. ഇതിൻ്റെ ഇല ശർക്കര ലായനിയിൽ പ്രോസസ്സ് ചെയ്ത് ഉണക്കിയാണ് ഈ രൂപത്തിലാക്കുന്നത്. നിക്കോട്ടിൻ എന്ന ആൽക്കലോയിഡ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വേരിലാണ് നിക്കോട്ടിൻ ആദ്യമായി ഉണ്ടാകുന്നത്. ബീഡി, സിഗരറ്റ് എന്നീ രൂപങ്ങളിലാണ് ഇത് ധാരാളമായി ഉപയോഗിച്ചു വരുന്നത്. ആയുർവേദത്തിൽ ഇതിനെ മതകാരി ഔഷധങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിഷപദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നാൽ ഛർദ്ദിപ്പിച്ച് പുറന്തള്ളുന്നതിനും വാതവേദന, നീര് എന്നിവ ശമിക്കുന്നതിന് ഇതിൻ്റെ കഷായം കൊണ്ട് ധാര ചെയ്യുന്നതും വളരെയധികം ഉപയോഗമാണ്. ജൈവ കീടനാശിനിയായി പുകയില കഷായം ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധമൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. പുകല ഒരു വിഷച്ചെടിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുക വലിക്കാൻ പാടില്ല, വിഷം അകത്തിക്കുക എന്നാൽ ശരിയാണ്. പക്ഷേ ഈ വിഷച്ചെടികൾക്ക് അത്ഭുതമായ ഔഷധ ഗുണമുണ്ട്. അത് യുക്തമാത്രയിൽ വേണം പ്രയോഗിക്കാൻ. ഈ പുകല നമ്മളിപ്പോൾ ഔഷധമായിട്ട് യൂസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ടത് ഈ കൃമിനാശനം എന്നൊരു ഗുണമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലേശം എടുത്തിട്ട് അതിൻ്റെ എസൻസ് പോലെ എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് 2-3 തുള്ളി വീതം എന്തെങ്കിലും അരിഷ്ടത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃമിക്ക് നല്ല ആശ്വാസം ഉണ്ടാകും. പിന്നെ അതിൻ്റെ ഉപയോഗം ഇതിട്ട് വെള്ളം തിളപ്പിക്കും. ആ വെള്ളം ഈ ശരീരത്തിലേക്ക് ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ ഈ മസ്കുലർ പെയിൻ, മയാളജിയ എന്ന് പറഞ്ഞ കണ്ടീഷന് വളരെ പെട്ടെന്ന് തന്നെ വേദന ഇല്ലാണ്ടാക്കും. പിന്നെ ഈ ആയുർവേദത്തിൽ ഈ വിഷം അകത്തേക്ക് ചെന്നതിനെ ഛർദ്ദിപ്പിച്ച് കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള എമർജൻസി കണ്ടീഷനിൽ ഈ പുകലയുടെ കഷായം ഒരു 2 ഔൺസ് കൊണ്ട് കുടിക്കാൻ കൊടുക്കും. അപ്പോൾ അതങ്ങ് ഛർദ്ദിച്ചിട്ട് ആ വിഷം, ഇപ്പോൾ വിഷം എന്തെങ്കിലും ആവശ്യത്തിലാണ്ട് അറിയാണ്ടെടുത്ത് കുടിച്ചാലൊക്കെ ഈ പുകല കഷായം അകത്തേക്ക് കൊടുത്താൽ ഛർദ്ദിച്ച് കളയും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് യൂസ്. പിന്നെ പണ്ട് ഈ കുട്ടികൾക്ക് ഈ മലബന്ധം ഉണ്ടാകും. കുട്ടികൾക്ക് മലബന്ധം ഉണ്ടാക്കി പോവാതിരിക്കും ഉറച്ചിരിക്കുന്ന കണ്ടീഷനിൽ ഈ പുകലയുടെ ഞെട്ടി ലേശെടുത്താൽ മലദ്വാരത്തിൻ്റെ അവിടെ അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മലം പുറത്തേക്ക് ഇങ്ങനെ പോകും. പിന്നെ ഈ പുകല ഇപ്പോൾ ഒരു ജൈവമായ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. അത് വെള്ളം തിളപ്പിച്ചിട്ട് നല്ലോണം വെള്ളം തിളപ്പിക്കാം കുറച്ച്. അതൊരു കീടനാശിനിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇപ്പം. അതേസമയം ഈ പുകല ഉപയോഗിക്കുന്നത് ഈ ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം ഇപ്പോൾ നമ്മൾ ഈ പുകല ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ പുകയിലുണ്ട്, ബീഡി, സിഗരറ്റ്, അങ്ങനെയുള്ള ഈ നാർക്കോട്ടിക്സ് മുഴുവൻ അതിൽ ഈ ഇതിലുണ്ടാകുന്ന ഈ നിക്കോട്ടിൻ ബ്ലഡിലെത്തിക്കഴിഞ്ഞാൽ വളരെ കേടാണ്. അത് ക്യാൻസർ ഉണ്ടാകും, പ്രത്യേകിച്ച് ലങ്ങിന് ക്യാൻസർ ഉണ്ടാകും. ബ്ലഡിലെത്തിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ അവയവങ്ങൾക്കല്ല ലിവറിലടക്കം ക്യാൻസർ ഉണ്ടാകും. മാത്രമല്ല ഈ രക്തക്കുഴൽ ചുരുങ്ങിയിട്ട് ഉണ്ടാക്കുന്ന ഒരു TAO എന്നൊരു രോഗമുണ്ട്. ത്രോംബോ ഏഞ്ചൈറ്റിസ് ഒബ്ലിറ്റർ എന്ന് പറയും. അത് ഈ രക്തക്കുഴൽ അങ്ങോട്ട് ബ്ലോക്കാകും. ഇതിന് ഭയങ്കര വേദനയോടുകൂടി കുട്ടിക്ക് കഴിപ്പിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഈ പുകല ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം.